എല്ലാ സ്റ്റാർട്ടപ്പുകളും DPIIT സർട്ടിഫിക്കേഷന് എലിജിബിൾ ആയിക്കൊള്ളണമെന്നില്ല. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതാണ് എൻ്റെ വെബ്സൈറ്റ്. നിങ്ങളുടെ ഫേവറേറ്റ് ക്രിയേറ്റേഴ്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സോ ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ ആൻഡ് ലെറ്റ് us know ദ ഫീഡ്ബാക്ക്. കമ്പനി രജിസ്ട്രേഷൻ DPIIT സീരീസിലെ 4ാമത്തെ വീഡിയോ ആണിത്. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കമ്പനികളും DPIIT സർട്ടിഫിക്കേഷൻ എലിജിബിൾ ആയിക്കൊള്ളണമെന്നില്ല. പ്രൈവറ്റ് ലിമിറ്റഡ്, LLP അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പാർട്ണർഷിപ്പ് ഇങ്ങനെയായിരിക്കണം കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവേണ്ടത്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന് DPIIT സർട്ടിഫിക്കേഷൻ ലഭിക്കില്ല. രണ്ടാമത്തെ ക്രൈറ്റീരിയ, നമ്മുടെ കമ്പനി രജിസ്റ്റർ ചെയ്തതിന് ശേഷം 10 വർഷത്തിൽ കൂടുതലാവാൻ പാടില്ല. ആൻഡ് ദ തേർഡ് വൺ ഈസ് നമ്മുടെ ടേൺ ഓവർ, അതായത് ഏതെങ്കിലും വർഷത്തെ ടേൺ ഓവർ 100 കോടിക്ക് മുകളിലാവാനും പാടില്ല. ആൻഡ് ദ ഫൈനൽ വൺ ഈസ് നമ്മുടെ കമ്പനി ഒരു ഇന്നവേഷൻ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റോ സർവീസോ ഇമ്പ്രൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതൊരു സ്കെയിലബിൾ ബിസിനസ് മോഡൽ ആയിരിക്കണം. അതിന് കുറച്ച് ജോബ് ക്രിയേറ്റ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കും വേണം. നമ്മൾ ഈ കണ്ടീഷൻസൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് DPIIT സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് സ്റ്റാർട്ടപ്പിൻ്റെ പോർട്ടലിലൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും.